നമസ്കാരം. മന്ത്രമുഖരിതമായ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്രത്തിലാവട്ടെ ഈ വർഷത്തെ പുതുവത്സരത്തിൻ്റെ തുടക്കം. ഇപ്പോൾ നമ്മൾ കൊല്ലൂർ മൂകാംബിക ദേവി ക്ഷേത്ര സന്നിധിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്ന് ഇവിടെ എത്തിയതാണ്. പുതുവത്സരത്തിൽ നമ്മളിവിടെ എത്തി, രാവിലെയൊക്കെ തൊഴുതു. ഇന്നിപ്പോൾ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിവിടെയാണ് ക്ഷേത്രത്തിൽ. ഇപ്പുറത്തെ സൈഡ് ചണ്ഡികാഹോമം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് സരസ്വതി മണ്ഡപത്തിലാണ്. ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ളൊരു സംവത്സരം തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ചണ്ഡികാഹോമം പുറകിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഓരോ സൈഡും കാണിക്കാം കേട്ടോ. കൊല്ലൂർ മൂകാംബിക ദേവി സന്നിധിയിൽ നിന്നും ഗായത്രി. ഇത് ദേവിയുടെ വെള്ളിത്തേരാണ് കേട്ടോ. അപ്പോൾ ദേവിയുടെ ശീവേലി ആവാറായിട്ടുണ്ട്. ദേവി പുറത്തേക്ക് എഴുന്നള്ളാൻ സമയമായിട്ടുണ്ട്. ദേവിയുടെ കൊടിമരമാണ് ഈ കാണുന്നത്. ഈ കൊടിമരത്തിൽ 10ഓളം ദേവതമാർ കുടികൊള്ളുന്നു. അപ്പോൾ നിങ്ങൾക്ക് അകത്ത് ദർശനത്തിനേക്കാളും മൂകാംബികയിൽ പുറത്ത് ഈ കൊടിമരത്തിന് നിങ്ങളൊന്ന് സാഷ്ടാംഗം പ്രണമിക്കുക. കാരണം എന്ത് ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഈ കൊടിമരത്തിനെ ഒന്ന് വണങ്ങിയാൽ തന്നെ 10 ദേവതകളിൽ ഏതെങ്കിലും ദേവതമാർ തീർച്ചയായിട്ടും കനിയാതിരിക്കില്ല. ദേവി പുറത്തേക്ക് എഴുന്നള്ളാൻ സമയമായിരിക്കുന്നു. ദേവിയുടെ രഥമാണ് കേട്ടോ. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇത് ഭൈരവസ്വാമിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഈ പിന്നിൽ തലയുയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ വലിയ ക്ഷേത്ര ഗോപുരം, ഈ ക്ഷേത്ര ഗോപുരത്തിന് താഴെയാണ് പെരുമ്പറ കൊട്ടുന്നത് കേട്ടോ. അതായത് ഈ പഴയ കാലങ്ങളിൽ ഇപ്പം വനക്ഷേത്രങ്ങളിലൊക്കെ കൊട്ടുന്ന രീതിയിലുള്ള പെരുമ്പറകളാണ് നമുക്ക് ക്ഷേത്രത്തിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ സമയത്തും ക്ഷേത്രത്തിൽ പെരുമ്പറ മുഴങ്ങുന്നത് അങ്ങനെ തന്നെയാണ്. നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് മൂകാംബിക ദേവി ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പോൾ പുതുവത്സരമായിട്ട് ദേവീക്ഷേത്രത്തിൽ, അതായത് മൂകാംബിക ദേവിയുടെ സന്നിധിയിലാണ് ഇന്നുള്ളത്. ഇതാക്കണ്ടോ, ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദേവിയുടെ രഥത്തിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടാണ്. ഞാൻ രഥം കാണിച്ചു തരാം. ഉണ്ടോ, ദേവിയുടെ രഥത്തിൻ്റെ തൊട്ട് താഴെ നിന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. തനിയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടിട്ടാണ്. ക്ഷേത്ര ഗോപുരമാണ് നിങ്ങൾ പുറകിൽ കാണുന്നത്. എത്ര മഹാഭാഗ്യമാണെന്നറിയാവോ സിദ്ധിച്ചത്. ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു പുതുവത്സരമെങ്കിലും ദേവീ സന്നിധിയിൽ വെച്ച് തുടങ്ങാൻ കഴിയണമെന്നുള്ളത്. അതേപോലെ തന്നെ ഏറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ക്ഷേത്രങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടിട്ട് നമുക്ക് ഇതേപോലെ ഒരു വ്ളോഗ് ചെയ്യാൻ സാധിക്കണമെന്നുള്ളതും. പക്ഷേ ഇതുവരെ അതിനൊന്നും സമയം കിട്ടിയില്ല. പക്ഷേ ഇന്ന് എല്ലാത്തിനും അനുകൂലമായിട്ടുള്ളൊരു ദിവസം വന്നിരിക്കുന്നു. ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയും സംതൃപ്തിയോടു കൂടിയും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ദേവിയുടെ സന്നിധിയിൽ തന്നെ, അതായത് വാഗ്ദേവതയായിട്ടുള്ള സരസ്വതി ദേവി ക്ഷേത്രമാണ്. അതേപോലെ ദുർഗാദേവിയും ഭദ്രകാളിയും മഹാലക്ഷ്മിയും എല്ലാം സർവ്വതും ദേവിയിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ ദേവിയുടെ ഏറ്റവും ശക്തിയാർന്ന ശക്തിപീഠമായിട്ടുള്ള കൊല്ലൂർ മൂകാംബിക ദേവി സന്നിധിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു തുടക്കം തുടങ്ങാൻ സാധിച്ചതിൽ അത്യധികം സന്തോഷമുണ്ട് കേട്ടോ. വാക്കുകളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്നറിയില്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ സദയം സാദരമെല്ലാവരും ക്ഷമിക്കുക. ദേവിയുടെ വെള്ളിപ്പല്ലക്കാണിത്, വെള്ളിപ്പല്ലക്ക്. അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ വന്നിരുന്നു കേട്ടോ. ഇന്നലെ ആയിരുന്നു ന്യൂ ഇയർ. ആക്ച്വലി ഇന്നലെ രാത്രി നമ്മൾ വന്ന സമയത്ത് സ്വർണ്ണരഥത്തിലും അതേപോലെ വെള്ളിത്തേരിലും ദേവിയുടെ ശീവേലി കണ്ട് തൊഴാൻ സാധിച്ചു കേട്ടോ. അപ്പോൾ ഈ രഥം കണ്ടോ നിങ്ങൾ, എൻ്റെ പുറകിലിരിക്കുന്ന ഈ രഥം ഇവിടെ ദേവീനെ ഇതിലിരുത്തിയിട്ട് രഥം വലിക്കുന്നൊരു ഇതുണ്ടല്ലോ ശീവേലി സമയത്ത്. അപ്പോൾ വളരെ ചുരുക്കം സമയങ്ങളിലാണ് ഈ രഥം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രഥം വലിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ. കാരണം എന്താഗ്രഹം മനസ്സിലുണ്ടെങ്കിലും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഈ രഥം ഒന്ന് വലിക്കേ വേണ്ടൂ. അപ്പോൾ ആ അമ്മയെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഈ രഥം വലിക്കുമ്പോൾ നമുക്ക് ആ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നുള്ളതാണ്. എൻ്റെ കൈ ഷിവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കയ്യിൽ തന്നെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ടിട്ട് നിങ്ങൾ ക്ഷമിക്കുക. പതിവിലും അധികം തിരക്കാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വന്നപ്പോഴും വളരെയധികം തിരക്കാണ്. ഓം ശക്തി എന്ന ക്ഷേത്രത്തിൽ നിന്നിട്ട് ഇപ്പോൾ അവിടെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ
ഒത്തിരി ആൾക്കാർ ഇപ്പോൾ അവിടെ നിന്ന് വരുന്നുണ്ട്. അതേപോലെ ശബരിമലയിലേക്ക് പോകുന്ന ഭക്തജനങ്ങൾ കൊല്ലൂരിലേക്ക് ഇവിടെ വന്നിട്ട് പോകുന്നവരുണ്ട്. അതുകൊണ്ടിട്ട് പതിവിലും കൂടുതൽ തിരക്കാണ് കാണുന്നത്. പുതുവത്സരമായതുകൊണ്ടിട്ട് തന്നെ അത് വിശ്വസിക്കുന്നവരും ഉണ്ടാവും. തുടക്കം ഇവിടെ നിന്നാകണമെന്ന് അങ്ങനെ വിചാരിച്ച് വരുന്നവരുണ്ട്. എന്തായാലും ഇന്നലെയും ഇന്നുമായിട്ട് പതിവിലും കൂടുതൽ നല്ല തിരക്കാണ്. ഇതുവരെ ഇപ്പോൾ ആ ക്യൂവിൽ നിൽക്കുന്ന ഒരു ക്യൂ പോലും അനങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം അത്രയേറെ തിരക്ക് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നു. എല്ലാ 3 മാസം ആകുമ്പോഴും ഇവിടെ വരാനുള്ളൊരു അവസരം ദേവി ഒരുക്കി തരാറുണ്ട്. അപ്പോൾ സാധാരണ വരുമ്പോൾ ഇത്രത്തോളം തിരക്ക് അനുഭവപ്പെടാറില്ല. പക്ഷേ ഈ പ്രാവശ്യം പതിവിലും കൂടുതലായിട്ട് തിരക്കുണ്ട്. പക്ഷേ ദർശനം കിട്ടി, അതിലൊന്നും ഒരു കുറവുമില്ല. രാവിലെ നിങ്ങൾക്കൊരു 6:20 ആകുമ്പോൾ ക്ഷേത്രസന്നിധിയിൽ എത്തുകയാണെങ്കിൽ നമുക്കിവിടെ ദേവിയുടെ ലിംഗമുണ്ട്. ആ ലിംഗത്തിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. കാരണം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ ലിംഗമാണ് കണ്ടു തൊഴേണ്ടതെന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. കൈ വേദനിക്കണോ, ഒന്ന് മൈക്ക് എവിടെയെങ്കിലും വെക്കട്ടെ കേട്ടോ ക്യാമറ. അപ്പോൾ അങ്ങനെ ഇരിക്കാനൊക്കെയുള്ളൊരു സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിയുടെ വെള്ളി രഥത്തിന് തേരിന് തൊട്ട് സൈഡിലായിട്ട് തന്നെ ഇരിക്കാനൊരു ഇരിപ്പിടം കിട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രാവിലെയുള്ള ദർശനത്തിൻ്റെ കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ഒരു സ്വയംഭൂ ശിവലിംഗം ഉണ്ടായി എന്നും ആ ശിവലിംഗത്തിലേക്ക് ആദിപരാശക്തിയായിട്ടുള്ള ദേവി ചൈതന്യം മുഖാസുരനെ വധിച്ചതിന് ശേഷം ആ ശിവലിംഗത്തിലേക്ക് കുടികൊണ്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളെയും പോലെയല്ല ഈ ഒരു ശിവലിംഗം എന്ന് പറയുന്നത്. ഈ ശിവലിംഗത്തിൽ എല്ലാ ദേവചൈതന്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. ചന്ദ്രനും സൂര്യനും ബ്രഹ്മാവും ശിവനും വിഷ്ണുവും എന്ന് വേണ്ട എല്ലാ ദൈവങ്ങളും ആ ഒരു ശിവലിംഗത്തിലാണ് കുടികൊള്ളുന്നത്. അതിൽ ഇപ്പോൾ റേഷ്യോ കണക്ക് പറയുകയാണെങ്കിൽ ഈ എന്താ പറയുക, ഈ അഖിലകോടി ബ്രഹ്മാണ്ഡത്തിലുള്ള സകലകോടി ദൈവങ്ങളെ എടുത്താലും ഒരു 30% ആവുന്നുള്ളൂ. ബാക്കിയുള്ള 70% ദേവിയുടെ ചൈതന്യമാണ് ആ ലിംഗത്തിലുള്ളത്. അത്രയേറെ പവർഫുള്ളാണ്. അപ്പോൾ ആ ലിംഗത്തിലൊരു വെള്ളി നിറത്തിലുള്ള ഒരു ലൈനുണ്ട്. ആ ഒരു സെപ്പറേഷനുണ്ട്, വെള്ളി കളർ. ഇത് സ്വയംഭൂലിംഗമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. പ്രകൃതിയുടെ ഒരു മായ നോക്കൂ. ഒരു വെള്ളി കളറിലൊരു സിൽവർ ലൈനുണ്ട്. നമ്മൾ രാവിലെ പോകുമ്പോൾ നമ്മളുടെ കണ്ണിൻ്റെ ദർശനമാവാൻ വേണ്ടിയിട്ട്, വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് അത് നമുക്ക് സ്വർണ്ണ നിറത്തിലാണ് വിസിബിൾ ആവുന്നത്. അതിൽ മഞ്ഞപ്പൊടി തൂകുന്നത് കൊണ്ടിട്ടാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എപ്പോഴും ഒരു സ്വർണ്ണ തളിക വെച്ചിട്ട് ആ ലിംഗം മൂടി വെച്ചിരിക്കും. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ദേവിയുടെ രൂപം ഉണ്ടല്ലോ, മൂകാംബിക ദേവിയുടെ രൂപം ഉള്ളിൽ, ആ ദേവിയുടെ വിഗ്രഹത്തിന് തൊട്ട് താഴെയായിട്ട്, ആ കാൽച്ചോട്ടിലായിട്ട് താഴെയായിട്ട് ഒരു സ്വർണ്ണ പീഠം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പീഠം കൊണ്ട് ഇത് ഒരു തളിക കൊണ്ട് ഇത് എപ്പോഴും വെക്കപ്പെട്ട രീതിയിലായിരിക്കും നമുക്ക് ദർശനം കിട്ടുക. അപ്പോൾ രാവിലെ ആകുമ്പോൾ ഒരു 6:20 ആകുമ്പോൾ ഇത് മാറ്റിയതിന് ശേഷം, ആ തളികയും എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം അതിന് ധാരയും അർച്ചനയും പുഷ്പാഭിഷേകവും അലങ്കാരവും എല്ലാം ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആകെ ഒരു 10 മിനിറ്റ് ഒരു ഗ്യാപ്പേ ഉള്ളൂ നിങ്ങൾക്ക് ആ സമയത്ത് ഇത് കാണാനും സാധിക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണില്ല. ബാക്കിയുള്ള സമയങ്ങളിലുള്ള പൂജകൾക്കൊക്കെ ഇത് ക്ഷേത്രം അടച്ചതിന് ശേഷമായിരിക്കും ചെയ്യുക എന്നാണ് അറിയാൻ സാധിച്ചത്. മുൻപ് ഞാൻ വിശ്വസിച്ചിരുന്നത് രാവിലെ മാത്രമുള്ളൂ ആ ലിംഗം പൂജയ്ക്ക് നമുക്ക് ദർശനം കിട്ടുന്നത് രാവിലെ മാത്രമാണെന്നാണ് വിചാരിച്ചിരുന്നത്. അതായത് രാവിലെ മാത്രമാണ് ആ ലിംഗം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കിയിരുന്നത്. അതായത് അതിന് ശേഷം അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും ഓപ്പൺ ചെയ്യുക എന്നൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് വന്നപ്പോഴാണ് അറിഞ്ഞത് രാവിലെയാണ് നമുക്ക് വിസിബിൾ ആവുക, നമുക്ക് തൊഴാൻ സാധിക്കുക, ആ ഒരു അനുഗ്രഹം തരിക. അതിന് ശേഷമുള്ള അർച്ചനകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നറിഞ്ഞു. അപ്പോൾ ദാറ്റ് മീൻസ് ചിലപ്പോൾ ഉച്ചയ്ക്കോ ഈവനിങ്ങൊക്കെ ചിലപ്പോൾ അതിന് അഭിഷേകവും പൂജകളൊക്കെ നടക്കുന്നുണ്ടാവാം, അറിയില്ല. പിന്നെ ഏറ്റവും ശക്തമാർന്ന ആ ദേവി ഊർജം നമ്മളിലേക്ക് റിസീവ് ചെയ്യുന്നൊരു സമയവും കൂടിയാണ് ആ തളിക മാറ്റി നമ്മൾ ആ ലിംഗം കാണുന്ന ആ ദർശന സായുജ്യം ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത്. അത്രയേറെ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. ഞാൻ തന്നെ അനുഭവസ്ഥയാണ്. ദേവിയുടെ തൊട്ടരികിലിരുന്ന് ഇന്ന് നിങ്ങളോട് ഇത് സാക്ഷ്യമായിട്ട് പറയാൻ സിദ്ധിച്ചത് തന്നെ പൂർവ്വജന്മ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ല. കാരണം ഞാനൊരു തവണ ഇവിടെ വന്ന് തൊഴുത് നിൽക്കുന്ന സമയത്ത് ആ ലിംഗം മുമ്പിൽ തന്നെ നിന്ന് നമുക്ക് കുറച്ച് ഏറെ സമയം അത് ദർശിക്കാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ആ സമയത്ത് തൊഴുത് നിൽക്കുന്ന സമയത്ത് ഇടത് ഭാഗത്തുള്ള വൈബ്രേഷൻ, ശരീരത്തിൻ്റെ ഇടത് ഭാഗത്ത് മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇടത് ഭാഗത്ത് നിന്നൊരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ഈ ഒരു വൈബ്രേഷൻ കിട്ടിയപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, പേടിച്ചു പോയി. അതിനുശേഷം ദേവിയുടെ പുറകുവശത്ത് സ്ലേറ്റ് പോലെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ദേവി ഇരിക്കുന്നതിൻ്റെ പിൻഭാഗത്ത് നമ്മളവിടെ തല വെച്ച് കൈവച്ചൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, ഹരിശ്രീ എഴുതാറുണ്ട് അവിടെ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ കിട്ടിയ വൈബ്രേഷൻ കാരണം കൈ രണ്ടും വെച്ച് വീണ്ടും അവിടെ നമസ്കരിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും എൻ്റെ ഇടത്തെ കൈ യാതൊരുവിധ പ്രഷറുകളും ഇല്ലാണ്ട്, കാരണം ഉള്ളിൽ ഈ ലിംഗത്തിന് അഭിഷേകം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ പിൻവശത്ത് ആരുമില്ല, എല്ലാവരും മുമ്പിൽ തൊഴുന്നതിൻ്റെ തിരക്കിലാണ്. ഞാൻ പുറകിൽ രണ്ട് കൈയും വിരിച്ചു വെച്ച് ഞാൻ ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ആ സമയത്ത് ഇടത് ഭാഗത്ത് ഇടത് കൈയിൻ്റെ ഉൾപ്പത്തിയിൽ, കൈപ്പത്തിയുടെ ഉള്ളിൽ കറക്റ്റായിട്ട് ഹൃദയമിടിപ്പ് പോലെ എനിക്ക് ആ ഒരു പൾസ് ഫീൽ ചെയ്തിരുന്നു. അതാണ് ദേവിയായിട്ടുള്ള ആദ്യത്തെ കണക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും ആ ഇടത് ഭാഗം അത് കാണുന്ന സമയത്ത് ആ ഒരു ഊർജ്ജപ്രവാഹം ശരീരത്തിലേക്ക് വരുന്നത് എത്രത്തോളമാണെന്നുള്ളത് തീർച്ചയായിട്ടും ദേവിയുടെ കൃപ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം തൊട്ടിട്ടാണ് പഴയൊരു ഗായത്രിയിൽ നിന്നും പുതിയൊരു ഗായത്രിയിലേക്കുള്ള പിറവി എടുക്കുന്നത് തന്നെ കേട്ടോ. കാരണം ഈ മീഡിയ ഫീൽഡൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല, അങ്ങനെയൊന്നും വരാൻ മനസ്സിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുമില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ആ ഒരു അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ബാക്ക് മീഡിയ വഴി കിട്ടുകയും അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു അടുത്ത ഘട്ടം ദേവി മുഖേന വേറൊരു രീതിയിലേക്ക് ആവുകയും ചെയ്തു. കാരണം അന്നൊക്കെ വന്നപ്പോഴും പ്രാർത്ഥിച്ചത് തന്നെയായിരുന്നു, സത്യത്തിൽ ആരാണ് ഞാൻ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്. ഇപ്പോൾ പറയില്ലേ, ഓരോരുത്തർക്കും ഓരോ ടാലൻ്റ് ഉണ്ടാവും. എനിക്കുള്ള ടാലൻ്റ് എന്താണെന്ന് പോലും സ്വയം കണ്ടുപിടിക്കാൻ അറിയാതെ സാധാരണ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയായിട്ട് രണ്ട് കുഞ്ഞു മക്കളെയും നോക്കി എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് ദേവിയോട് വന്ന് അലമുറയിട്ട് കരഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ദേവി കാണിച്ചു തന്ന വഴിയായിട്ടാണ് കേട്ടോ ഞാനിത് തീരുമാനിക്കുന്നത്. പല ക്ഷേത്രങ്ങളിലും പോയി ക്ഷേത്രങ്ങളുടെ വ്ളോഗ് ചെയ്യണമെന്നായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ ആഗ്രഹിച്ചിരുന്നു. കാരണം എനിക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളാണ് ഇഷ്ടം. ക്ഷേത്രങ്ങളിൽ പോവുക, ക്ഷേത്രങ്ങളുടെ ഒത്തിരി കാര്യങ്ങൾ പറയുക, അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ അന്വേഷിക്കാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. പക്ഷേ ഇത് ഇങ്ങനൊരു കാര്യത്തിലേക്കുള്ളൊരു നിമിത്തമാകുന്ന സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ദേവി പുറത്തേക്ക് എഴുന്നള്ളാൻ തയ്യാറായിരിക്കുകയാണ്. ദേവിയുടെ ശിവയിൽ നടക്കാൻ പോവാണ് കേട്ടോ. എല്ലാം ഒരു നിമിത്തം പോലെയാണ്. നിങ്ങൾക്ക് കാണാനൊരു ഭാഗ്യമുണ്ട്. ദേവി ഇത് എന്തെങ്കിലും പ്രാർത്ഥനകളുണ്ടെങ്കിൽ ഇത് കാണുന്നവരുടെ എല്ലാ പ്രാർത്ഥനകളും നടക്കട്ടെ, എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ. സന്താന സൗഭാഗ്യം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് സന്താനങ്ങളുണ്ടാവട്ടെ, സൽസന്താനങ്ങളുണ്ടാവട്ടെ. അതേപോലെ ജോലി സംബന്ധമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടിരിക്കുന്നവർക്ക് അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ല രീതിയിൽ തന്നെ ജോലികൾ ലഭിക്കട്ടെ. അതേപോലെ അബ്രോഡ് പോകാൻ വേണ്ടിയിട്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ തടസ്സങ്ങളില്ലാണ്ട് നടക്കട്ടെ. ഒരു ആരോഗ്യ സൗഖ്യങ്ങളുണ്ടാവട്ടെ, എല്ലാവർക്കും അനുഗ്രഹങ്ങളുണ്ടാവട്ടെ. ദേവിയുടെ സന്നിധിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എസ്പെഷ്യലി എന്നോട് ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു, അനു. അപ്പോൾ അനുവിനും കൂടി വേണ്ടിയിട്ട് ദേവി സന്നിധിയിൽ വെച്ചിട്ട് പൂർണ്ണ ആരോഗ്യവതിയായിട്ട് അനുവിന് കുഞ്ഞുങ്ങളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ വളരെ സന്തോഷവതിയായിട്ട് ദീർഘസുമംഗലിയായിട്ട് ജീവിക്കാനുള്ളൊരു അനുഗ്രഹം ദേവി കൊടുക്കട്ടെ. എല്ലാവരെയും ദേവി രക്ഷിക്കട്ടെ. എല്ലാ ആപത്തുകളിൽ നിന്നും സർവേശ്വരിയായിട്ടുള്ള മൂകാംബിക ജഗദംബിക കാത്ത് രക്ഷിക്കട്ടെ. എവിടെ നിന്നാണ് വാക്കുകൾ വരുന്ന, വാക്കുകളുടെ പ്രവാഹം എവിടെ നിന്നറിയില്ല. അറിവിൻ്റെ ദേവതയായിട്ടുള്ള ദേവി എങ്ങനെയാണ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതെന്നും എനിക്കറിയില്ല. കുറേ മടിച്ച് നിന്നിട്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ വെച്ചിട്ട് സംസാരിക്കാൻ സാധിക്കുന്നൊന്നും വിചാരിച്ചിരുന്നതല്ല. പക്ഷെ എങ്ങനെയൊക്കെയോ സംസാരിക്കാൻ സാധിക്കുന്നു. വാക്കുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പഞ്ഞൊന്നും തോന്നുന്നില്ല. കാണുന്നവർക്ക് മനസ്സിലാക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്നവരാണെങ്കിൽ ദയവ് ഇത് മനസ്സിലാക്കുക. എന്തായാലും അമ്മയുടെ അനുഗ്രഹം കൊണ്ടിട്ട് ഇത്രയെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതെന്തായാലും ഒരു തുടക്കമാവട്ടെ. ഇതേപോലെ ഒത്തിരി ക്ഷേത്രങ്ങളുടെ ഇൻഫർമേഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കാനും ക്ഷേത്ര സന്നിധികളിൽ പോകാനൊരു ഭാഗ്യവും സൗഭാഗ്യമൊക്കെ ദേവി അനുഗ്രഹിക്കട്ടെ. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ സന്തോഷമായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു. സമ്പൽ സമൃദ്ധിയും സർവ്വവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു പുതിയ തുടക്കം തന്നെ ആവട്ടെ പുതുവത്സരം. അത്യധികം ദേവിയോട് മനസ്സറിഞ്ഞ് എൻ്റെ ആത്മാവിൻ്റെ ഏറ്റവും ആഴങ്ങളിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദേവിയോട്. കാരണം ഒരു പുതുവർഷത്തിൽ തന്നെ എനിക്ക് ക്ഷേത്ര ദർശനം നടത്താനും അതും കൊല്ലൂർ മൂകാംബികയിൽ വന്ന് കാലുകുത്തി
ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനും ഇവിടെ നിന്ന് ഈ ഒരു വ്ളോഗ് എടുക്കാൻ സാധിച്ചതിലൊക്കെ അത്യധികം സന്തോഷമുണ്ട് കേട്ടോ. ദേവിയോട് മനസ്സറിഞ്ഞ് അകമറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, നന്ദി പറയുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കൂടുക. ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ദേവി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ ഉള്ളത്ര ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യൂ. ഓക്കെ, അപ്പോൾ ശുഭദിനം, സന്തോഷം.